UDF അധികാരത്തിൽ വന്നിരിക്കട്ടെ, അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ആരായിരിക്കും? അവർ മുഖ്യമന്ത്രിക്ക് സ്ഥാനമാക്കും. അവർക്ക് അതിനെ ചൊല്ലി തന്നെ അങ്ങനെ ഒരു അധികാരത്തിൽ വരത്തില്ല, അവർക്ക് ഭൂരിപക്ഷം കിട്ടത്തില്ല. പിന്നെ നമ്മൾ എന്തിനാ അതിനെപ്പറ്റി പറയുന്നു? അല്ല, എന്നാലും ചേട്ടൻ്റെ ഒരു നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നാളെ ഇന്നത്തെ കാര്യം നമുക്ക് രണ്ടുപേർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ചേട്ടൻ്റെ ഒപ്പീനിയൻ പറ, ആരായിരിക്കും? അങ്ങനെ വരത്തില്ല. അല്ല, എന്നാലും പറ, ഒരു മുഖ്യമന്ത്രി VD സതീശൻ വരുവാണോ? ശശി തരൂർ വരണം. ആണല്ലേ? VD സതീശൻ യോഗ്യതയില്ല. ഇത് ഞാൻ ഒരു കാര്യം പറയാം, ഇവർ ഇങ്ങനെ കൊണ്ടുവരുന്ന അവരങ്ങനെ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധ്യമല്ല. കാരണം ഇത് കേരളത്തിൻ്റെ സമ്പൽഘടനയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമോ. അധികാരം ഉണ്ടെന്ന് പറഞ്ഞ് എന്തും തോന്നിവാസം കാണിക്കാന്നൊരു ഇതുണ്ടല്ലോ. ഇല്ല, അധികാരം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രമസമാധാനം ഉള്ള സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ ക്രമസമാധാനം അല്ലെങ്കിൽ സമാധാനം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അവർക്ക് ആ പ്രോജക്റ്റ് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റിയില്ല. ചേട്ടൻ അത്ര കഠിനമായിട്ടൊരു ഉറപ്പ് പറയാൻ കാരണം കാരണം വെച്ചാൽ നമ്മൾ ഇന്ത്യയുടെ കേരളത്തിന് സമ്പൽഘടന വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക. പിണറായി സർക്കാരാണോ UDF തന്നെയാണോ? പിണറായി സർക്കാർ വരണം. അതെന്തുകൊണ്ടാണ് പിണറായി തന്നെ വേണമെന്ന് പറയണേ? അതായത് ഈ കൊറോണ കാലത്ത് കേരള ജനതയെ ആഹാരം കൊടുത്ത് വിശപ്പറിയിക്കാതെ തീറ്റിപ്പോറ്റിയ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. രണ്ടാമത് ഇവിടെ പെൻഷൻ കിട്ടുന്നുണ്ട്, 2000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് 35 വയസ്സ് BPLക്കാരായ സ്ത്രീകൾക്ക് 35 മുതൽ 60 വരെയുള്ള ആൾക്കാർക്ക്, സ്ത്രീകൾക്ക്, വനിതകൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാം കൊറോണ കാലത്ത് ആ കാലഘട്ടത്തിൽ ഇവിടെ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാം അടച്ചുപൂട്ടി വീട്ടിൽ കുത്തിരുന്നപ്പം ഈ കേരള ജനതയെ തീറ്റിപ്പോറ്റി IMS പിണറായി വിജയനാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ അധികാരത്തിൽ വരണ്ടെന്നാണ്, ഇപ്പോൾ മാറ്റം വേണമെന്നാണ് പറയണത്. അങ്ങനെ അത് എതിരാളികൾ പറയുന്ന രാഷ്ട്രീയ ധ്വനി വെച്ച് പറയുന്നതാണ്. ഒരിക്കലും അല്ലല്ല, ഞാൻ പോയ സ്ഥലത്ത് ജനങ്ങൾ, നമ്മളിപ്പോൾ ആരുടെ ഒരു പാർട്ടിക്കാരെടുത്ത് നമ്മൾ പൾസ് അറിയാൻ വേണ്ടി, ജനങ്ങളുടെ അറിയാൻ വേണ്ടി നമ്മൾ പോണതാണ്. അപ്പോൾ പാർട്ടി സംബന്ധമായിട്ട് പോയവർ നമ്മൾ സംസാരിക്കാറില്ല. പക്ഷെ അവരുണ്ടെങ്കിൽ പറയുന്ന അവരുടെ ഒപ്പീനിയൻ മാത്രമേ അവർ പറയുള്ളൂ. പക്ഷെ അവർ പറയുന്നത് മാറ്റം വേണം, പറയുന്ന സർക്കാർ വേണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് കടുത്തുരുത്തിയിൽ ഇപ്പോൾ ഞാൻ ഈ കടുത്തുരുത്തിയിൽ നടക്കുന്ന കടുത്തുരുത്തിയിൽ ജീവിക്കുന്ന ആളാണ്. ഞാനൊരു പാലക്കുള അധ്യാപനമാണ്. കടുത്തുരുത്തിയിൽ ഇപ്പോഴത്തെ പൾസ് ഒരു വനിതാ MLA ഇവിടെ ഉണ്ടാകട്ടെന്നാണ് ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ച് 25 വർഷം പോലെ 5 പ്രാവശ്യം പോയിട്ട് 25 വർഷമായിട്ട് ഇവിടെ യാതൊരു കാര്യവും എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഈ കടുത്തുരുത്തി മണ്ഡലത്തിൽ എന്ന് പറയുമ്പോൾ മോൻസി ജോസഫാണ് ഇപ്പോൾ എത്ര കൊല്ലമായിട്ട് 25 കൊല്ലമായിട്ട് പുള്ളി വിജയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രാവശ്യം ഇത്തവണ നിർമ്മലാ ജമി 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കും. പുള്ളി കഴിഞ്ഞ പോലെയൊക്കെ ജയിച്ചിരുന്നത് ശരിയായ രീതിയിലല്ല. അതന്നെ അത്ര ഉറപ്പ് ചേട്ടന് ജയിക്കുന്നു മോൻസി ജോസഫിനെ? കാരണം ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ മൊത്തം കറങ്ങി അടിച്ച് എല്ലാ ജനത്തിൻ്റെ വളർച്ചറിഞ്ഞ് നടന്ന് ഇപ്പോൾ 2 മാസമായിട്ട് നടന്ന, ഞാനും സർവേ എടുത്ത് നടക്കുന്ന. ഇവിടെ UDF സീറ്റ് എടുക്കത്തില്ലേ? ഇല്ല, കിട്ടത്തില്ല. BJPയുടെ കൃത്യം ഇവിടെ 26,000 30,000 വോട്ടുണ്ട്. ആ 30,000 വോട്ട് അവരവിടെ വീഴണം. അതല്ലേ ശരി, അതാണ് രാഷ്ട്രീയം. അപ്പം UDF പിടിക്കുന്നതിന് പകുതി വോട്ട് NDA പിടിക്കും. അതായത് UDF ഇവിടെ 50,000 വോട്ടല്ലാതെ 51 പ്ലസ് ഒരു വോട്ടും പിടിക്കില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പിണറായി സർക്കാരിനോട് മാത്രം ചേട്ടൻ ഇൻട്രസ്റ്റ്, ഇപ്പോൾ UDFനോട് ചേട്ടന് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, അവരോട് വിരോധമുള്ളൂ മാത്രമേ ഉള്ളൂ? എനിക്ക് വിരോധമുള്ളൂ. എനിക്ക് ഒത്തിരി സ്നേഹമാണ് അവരോട്, UDFന്. കാരണം കേന്ദ്രത്തിൽ നെഹ്റു സോഷ്യലിസം കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ്. നെഹ്റു സോഷ്യലിസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തത് നെഹ്റു കുടുംബവും ഗാന്ധിജിയും കൂടിയാണ്. ബാക്കി എല്ലാവരും കൂടി അതിനകത്ത് പ്രയത്നം നടന്നിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൽ ഞാൻ കോൺഗ്രസിനെ കാരണം മതേതരത്വത്തെ അവർ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അധികാരത്തിൽ അവർ വന്നു കഴിഞ്ഞാൽ, അവർ പറഞ്ഞല്ലോ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ KSRTCയിലുള്ള സൗജന്യ, സ്ത്രീകൾക്കുള്ള സൗജന്യമൊക്കെ നടക്കുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കും, അത് ഉറപ്പുണ്ട്. അപ്പോൾ അതിനെ അപഗ്രഥിക്കുന്നതായിട്ടുണ്ട്. അപഗ്രഥനം നടത്തുമ്പോഴത്തേക്ക് അവർക്ക് ആ പ്രോജക്റ്റ് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റിയില്ല. ചേട്ടൻ അത്ര കഠിനമായിട്ടൊരു ഉറപ്പ് പറയാൻ കാരണം കാരണം വെച്ചാൽ നമ്മൾ ഇന്ത്യയുടെ കേരളത്തിന് സമ്പൽഘടന വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക അറേഞ്ച്മെൻറ്റ് അവിടെ ഇല്ല, പറ്റിയില്ല. കാരണം ടാക്സ് പിരിക്കാതെ ഈ എവിടെ നിന്ന് പണം കണ്ടെത്തും? അപ്പോൾ UDF നുണ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുവാണ്, ജനങ്ങളെ പറ്റിക്കുവാണ്. വേണ്ട, അവർക്ക് ഒരു കാര്യവും പദ്ധതിയും നടപ്പിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്ന പിണറായി സർക്കാരാണ് മാത്രമുള്ളതാണ് ചേട്ടൻ പറയുന്നത്. വൈക്കത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിക്കേ, കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്കിക്കേ, ഇവിടെ സ്കൂളുകൾ നോക്കിക്കേ. ഇവിടെ ഈ പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള ഫണ്ട് കൊണ്ടാണ് ഗ്രാമങ്ങളിലെ എല്ലാ റോഡുകളും മെയിൻ്റനൻസ് ലൈഫ് പദ്ധതി പെട്ട വീടുകളെല്ലാം കുടിവെള്ള പദ്ധതി എല്ലാം പൂർത്തീകരിച്ചു. പക്ഷേ കാര്യമുണ്ട്, പക്ഷേ ജനങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ ഗുണ്ടയാണെന്നാ പറയണേ, പിണറായി സർക്കാർ ഗുണ്ടയാണ്. നമ്മൾ എല്ലാ മനുഷ്യരും ഗുണ്ടയുടെ സ്വഭാവം ആവശ്യ സമയത്ത് ഇറക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ അറ്റാക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഭാര്യ പിടിക്കുന്നു, നമ്മളും ഗുണ്ടായി ഇറക്കും. അല്ല, ഞാൻ ചോദിക്കണല്ല, ഒരു എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരുടെ ഭാഗത്ത്
ഭാഗത്തെ തെറ്റ് ഇപ്പോൾ LDFകാരെ ഞാൻ വർഷം പിടിച്ച് പറഞ്ഞല്ല, ആരും വർഷം പിടിച്ച് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് സംസാരിക്കണേ. അപ്പോൾ ഒരു അധികാരം ഉണ്ടെന്ന് പറഞ്ഞ് എന്തും തോന്നിവാസം കാണിക്കാന്നൊരു ഇതുണ്ടല്ലോ. ഇല്ല, അധികാരം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രമസമാധാനം ഉള്ള സ്റ്റേറ്റുകൾ ഏറ്റവും കൂടുതൽ ക്രമസമാധാനം അല്ലെങ്കിൽ സമാധാനം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ പിണറായി സർക്കാർ വരണമെന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം. പിണറായി സർക്കാർ വരുന്ന ആഗ്രഹമല്ല, വരും, സത്യമാണ്, അതിന് മാറ്റം ഉറപ്പാണ്. അത് ഉറപ്പിച്ചു വെച്ചേക്കാണ്. ഉറപ്പാണ്. കേരളം ഒന്നടക്കം പറയണത് പിണറായി ഉറപ്പാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ UDF അധികാരത്തിൽ വന്നിരിക്കട്ടെ, അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ആരായിരിക്കും? അവർ മുഖ്യമന്ത്രിക്ക് സ്ഥാനമാക്കും. അവർക്ക് അതിനെ ചൊല്ലി തന്നെ അങ്ങനെ ഒരു അധികാരത്തിൽ വരത്തില്ല, അവർക്ക് ഭൂരിപക്ഷം കിട്ടത്തില്ല. പിന്നെ നമ്മളെന്തിനാ അതിനെപ്പറ്റി പറയുന്നത്? അല്ല, എന്നാലും ചേട്ടൻ്റെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നാളെ എന്നത്തെ കാര്യം നമുക്ക് രണ്ടുപേർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ചേട്ടൻ്റെ ഒപ്പീനിയൻ പറ, ആരായിരിക്കും? അങ്ങനെ വരത്തില്ല. അല്ല, എന്നാലും പറ, ഒരു മുഖ്യമന്ത്രി VD സതീശൻ വരുവാണോ? ശശി തരൂർ വരണം. ആണല്ലേ? VD സതീശൻ യോഗ്യതയില്ല. ആണല്ലേ? യോഗ്യത ഇല്ലെന്ന് പറയാൻ കാരണം പുള്ളിക്ക് കേരളം ഭരിക്കാനുള്ള ഒരു നൈപുണ്യമില്ല. അതായത് പുള്ളിക്ക് ഈ പറഞ്ഞ നുണ പറഞ്ഞ് അത് ആൾക്കാർ ചിത്രീകരിച്ച് പറഞ്ഞാണ് നുണയെന്ന് പറഞ്ഞ പുള്ളി ഉള്ള കാര്യത്തിന് പറയുന്നുണ്ട്. കാര്യമുള്ള സത്യമല്ല പറയാം. അതിന് അവരുടെ പാർട്ടിക്കാരെ പുള്ളി തോപ്പിക്കും ഉറപ്പാണ്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് സീറ്റിന് വേണ്ടി. ഒരു ലീഡർഷിപ്പ്, ഒരു ലീഡറെ കാണിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. പക്ഷേ പല മാധ്യമങ്ങളെ ഫ്രണ്ടിൽ നിന്നും VD സതീശൻ പറയാറുണ്ട്, ഞങ്ങളെല്ലാവരും ദോസ്തുക്കളാണ്, ഞങ്ങളെ കൂട്ടുകാരാണ്. അപ്പം നിങ്ങളായിട്ട് മാധ്യമക്കാർ, നിങ്ങളായിട്ട് ചാനലുകാർ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു പരത്തണമെന്ന് അവർ പറഞ്ഞു. അവരാരും സുഹൃത്തുക്കളില്ല, അവർ ഹൃദയത്തിൽ അവർ വളരെയധികം വൈരാഗ്യം വെച്ച് പുലർത്തുന്നു. ശത്രുക്കളാണെന്നാണ് പറയുന്നത്. ശത്രുക്കളാണ്, അവർ എനിമീസാണ് അവർ. അപ്പോൾ നമ്മളെ പറഞ്ഞ് പറ്റിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ജനങ്ങളെ തീർച്ചയായിട്ടും ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന കാര്യമാണ്. അവർക്ക് ഒരു കാര്യവും നന്നൻ ഒരു നേഴ്സിംഗ് ഹോം ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? അവർക്ക് ഈ ആന്റണി കരുണാകരനൊക്കെ കൊണ്ടുവന്ന് നെടുമ്പാശ്ശേരി കൊണ്ടുവന്ന് ബാക്കി ഇവിടെ കേരളത്തിന് വേണ്ടി എന്താ ചെയ്ത്? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ LDFൻ്റെ ഭരണം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റേ അയ്യപ്പൻ്റെ സ്വന്തം കെട്ട് അത് പറ എന്തുകൊണ്ട് അത് ഇലക്ഷനൊക്കെ ആയപ്പോൾ മുങ്ങിപ്പോയി? അത് ഞാൻ ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ എല്ലാ സമുദായങ്ങളും ഒരു സ്ട്രക്ചറുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നരുത്. ഇല്ലല്ല, നമുക്ക് അഭിപ്രായങ്ങൾ പറയാമല്ലോ. നമ്മളെ പള്ളിയിലാണെങ്കിൽ അച്ഛനുണ്ട്. അപ്പം ഞാനൊരു കത്തോലിക്കനാണ്, പക്ഷേ മതം വെച്ച് പറഞ്ഞതല്ല. അവിടെ ഓരോ കാര്യവും വിലയിരുത്താനും കണക്കുകൾ മുഴുവൻ പരിശോധിക്കാൻ കമ്മിറ്റിയുണ്ട്. ജനപ്രതിനിധികൾ കമ്മിറ്റി പാസ്സാക്കിയിട്ട് കമ്മിറ്റിയിൽ അത് വായിച്ചിട്ട് അത് പാസ്സാക്കിയിട്ട് വേണം അത് മുകളിലേക്ക് അയക്കാനായിട്ട്. അതും അവസാനമാകുമ്പോൾ ഓഡിറ്ററുണ്ട് സർക്കാരിൻ്റെ. അതെല്ലാം എന്തെങ്കിലും പൗളുണ്ടെങ്കിൽ അവിടെ കമ്മിറ്റിക്കാർ അത് അംഗീകരിക്കില്ല, പിന്നെ പൊതുയോഗത്തിൽ വെച്ച് അംഗീകരിക്കണം. അങ്ങനെ ഒരു എക്കണോമിക് സ്ട്രക്ചറിൻ്റെ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ പള്ളിയിൽ കിട്ടിയ സ്വർണ്ണത്തിനാണെങ്കിൽ അവിടെ കുറിച്ച് വയ്ക്കും. അപ്പോൾ അമ്പലത്തിൽ കിട്ടിയ സ്വർണം എന്തുമാത്രം ഉണ്ടെന്ന് അവിടെ ബോർഡ്, അത് രാഷ്ട്രീയത്തിൽപ്പെട്ട കാര്യമല്ല. പക്ഷേ എന്നാലും അത് നെഗറ്റീവ്സ് അല്ലേ പുറത്ത്? അത് പഞ്ചായത്ത് ഇലക്ഷനെ ബാധിച്ചെങ്കിൽ നിയമസഭയെ ബാധിക്കും. അത് ഒരു വീട്ടിൽ 10 മക്കളുണ്ടെങ്കിൽ 10 രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും കുറിച്ചേക്ക് ഇപ്പം സത്യം പറയട്ടെ, നമ്മൾ ഡോക്ടർമാരെയും ഞാനൊരു അധ്യാപകരെ വിശ്വസിച്ച മാതാപിതാക്കന്മാർ വീട്ടിലേക്ക് പിള്ളേരെ വയ്ക്കുന്നത്. അധ്യാപകരെന്തെങ്കിലും വൃത്തികേട് കാണിക്കുകയാണെങ്കിൽ, വൈദികർ കാണിക്കുകയാണെങ്കിൽ, പൂജാരിയും ഒക്കെ എന്തെങ്കിലും വൃത്തികേട് പൂജാരിയോട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്യണമെന്ന്. അല്ല, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന ഒരു പാർട്ടിയെ മാത്രമല്ല, പാർട്ടിയെ ബന്ധിച്ചിട്ടുള്ള കാര്യമല്ല അത്. ആണല്ലേ? അല്ല. അപ്പോൾ പിണറായി സർക്കാർ വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. വരും ഉറപ്പാണോ? ഉറപ്പാണല്ലേ? ഓക്കെ, താങ്ക് യു.